نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൻ്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈമാൻ വേരുറച്ച ഒരു സമൂഹത്തിനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചരിത്രം സാക്ഷിയാണ്. ഈമാൻ അതിൻ്റെ പ്രഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അതിൽ 5 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു വച്ചു. ഒന്ന്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു സത്യസന്ധത ഉണ്ടാകണം. മറ്റത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും മറ്റെന്തിനേക്കാളും പ്രിയമുണ്ടായിരിക്കണം. അതേപോലെ അള്ളാഹുവിനോട് ഭയവും അതേപോലെ തന്നെ പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ആരുടെ മനസ്സിലാണോ കൃത്യമായി രൂപം കൊള്ളുന്നത് അതനുസരിച്ചുള്ള വിശ്വാസമാണ് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുക. ഒരു സമൂഹം എങ്ങനെ പരിവർത്തിക്കപ്പെടണം, അതിന് കൃത്യമായ ചില സ്വപ്നങ്ങൾ ഉണ്ടാകണം. ആ സ്വപ്നങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജുകൾ അവർക്ക് മുന്നിൽ കാണാനുള്ള മാതൃകകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ അത് എങ്ങനെ ആയിത്തീരണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റിയിട്ടുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകണം. ഇങ്ങനെയാണ് ഒരു സമൂഹം പരിവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അധികവും അശുഭകരങ്ങളായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളുമാണ്. ഓരോ സംഭവങ്ങളും നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മതവും അത് പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളും വെച്ച് പുലർത്തുന്ന വളരെ ന്യൂനപക്ഷമായ ആളുകൾ മാറിക്കഴിഞ്ഞാൽ ഈ ലോകം തനി തോന്നിയവാസത്തിൻ്റെ ഇടമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. അത്തരമൊരു ആശങ്കയും അതേപോലെ തന്നെ ഒരു അസ്വസ്ഥതയും നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കേണ്ടതുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇസ്ലാമികമായ പരിവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 58-ാമത്തെ അധ്യായം സൂറ മുജാദലയിലെ 5-ാമത്തെ വചനമാണ്. ആ വചനം അവതരിക്കുന്നതിന് ചില അവതരണ പശ്ചാത്തലമുണ്ട്. പുരാതന കാലഘട്ടത്തിൽ ഇസ്ലാം കടന്നു വരുമ്പോൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നിട്ടുള്ള മോശപരമായിട്ടുള്ളൊരു സമീപനം, ഒരു സ്വഭാവമായിരുന്നു സ്വന്തം ഭാര്യയെ തൻ്റെ മാതാവിനോട് തുല്യമായി പ്രഖ്യാപിക്കുക എന്ന്. അൻതി അലയ്യ കലഹരി ഉമ്മി എന്ന് പറഞ്ഞാൽ
നീ എനിക്കെൻ്റെ മാതാവിൻ്റെ മുതുക് പോലെയാണ് എന്ന് പറയാം. എൻ്റെ മാതാവും നീയും എനിക്ക് സമമാണ് എന്ന് പറയുന്നതോടുകൂടി ഒരാൾ ചെയ്യുന്നത് സ്വതന്ത്രയായി ജീവിക്കാനുള്ള ഭാര്യയുടെ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം നിഷേധിക്കുകയാണ്. എന്നാൽ ഭാര്യയെ ത്വലാഖ് ചൊല്ലുകയോ മറ്റൊരു വിവാഹത്തിന് സൗകര്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ഉമ്മയാണ് എന്ന് പറയുമ്പോൾ ഉമ്മയുടെ സ്ഥാനത്തേക്ക് ആ സ്ത്രീ ഉയരുന്നുമില്ല. അങ്ങനെ തികച്ചും അന്യായമായിട്ടുള്ള അക്രമപരമായിട്ടുള്ള ഈ കാര്യത്തെ ഇസ്ലാം വിരോധിച്ചുകൊണ്ട്, അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട്, അത്തരം ആവലാതി പറഞ്ഞ സഹോദരിയുടെ ആ പരിദേവനങ്ങൾ, പരിഭവങ്ങൾ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹ, തൻ്റെ ഇണയെ സംബന്ധിച്ച് താങ്കളോട് പരാതി പറഞ്ഞ് അവളുടെ പരാതി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെയും. അപ്പോൾ ഏതൊരു നീചകർമ്മത്തിനും ധാർമ്മികതയ്ക്ക് വിപരീതമായിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തിനും ഇസ്ലാം കണിശമായി തന്നെ അതിനെ വിരോധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂല, ആരാണോ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും എതിര് പ്രവർത്തിക്കുന്നവർ, കുബിത്തു കമാ കുബിത്തല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾ വഷളാക്കപ്പെട്ടതുപോലെ, അപമാനിക്കപ്പെട്ടതുപോലെ തീർച്ചയായും അവരും അപമാനിക്കപ്പെടുന്നതാണ്. വഖദ് അൻസൽനാ ആയാത്തിൻ ബയ്യിനാത്ത്, തീർച്ചയായും വ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിരിക്കുന്നു. വലിൽ കാഫിരീന അദാബും മുഹീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളെ നമ്മൾ തുലനം ചെയ്തു നോക്കുമ്പോൾ പഴയ കാലഘട്ടത്തെക്കാളൊക്കെ, പഴയ ജാഹിലിയ കാലഘട്ടത്തെക്കാളൊക്കെയും ആധുനിക സമൂഹം എത്രമേൽ ജഹാലത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ കീഴ്പ്പെട്ടിരിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ നമ്മൾ വളരെ ലാഘവത്തോടുകൂടി അതിർലംഘിച്ചു കൊണ്ടിരിക്കുന്നു. അത് സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ. മനുഷ്യൻ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും വളരെ മോശമായ സ്വഭാവങ്ങൾ അവർ കാഴ്ചവെച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ തൊട്ടു മുന്നിലെ വചനത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചു വരുന്നതിനാവശ്യമായിട്ടുള്ള പശ്ചാത്താപ നടപടികൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വതിൽക ഹുദൂദുല്ലാഹ്, ഇത് പടച്ചവൻ്റെ അതിർവരമ്പുകളാണ്. ഈ അതിർവരമ്പുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ എവിടെ മനുഷ്യൻ ലംഘിക്കുന്നുവോ ആ ലംഘനം മനുഷ്യന് അപമാനമുണ്ടാക്കും, അവൻ്റെ അന്തസ്സിന് നിരക്കുന്നതായിരിക്കുകയില്ല. അതുവഴിയായി ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും സമൂഹം ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. നമുക്ക് മറക്കാറായിട്ടില്ല, എയ്ഡ്സ് വ്യാപകമായൊരു ഘട്ടത്തിൽ കുത്തഴിഞ്ഞ ലൈംഗികത സമൂഹത്തിൽ പടർന്നു പിടിച്ചുമ്പോൾ അതിൻ്റെ പരിണത ഫലമായിക്കൊണ്ട് എയ്ഡ്സ് എന്നുള്ള മഹാമാരി വ്യാപകമായി. എന്തു പരിഹാരമാണ് ശാസ്ത്രത്തിനും സമൂഹത്തിനും പകരമായി നിശ്ചയിക്കാനുള്ളത്? അതിൻ്റെ എല്ലാ അനർത്ഥങ്ങളും സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പുരാതന തഫ്സീറായ തഫ്സീർ തുബരിയിൽ ഇമാം തുബരി പറയുകയാണ്, ഇന്നല്ലദീന യുഖാലിഫൂനല്ലാഹ ഫീ ഹുദൂദിഹി വ ഫറാഇലിഹി, ആ ആളുകൾ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും എതിരു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ അവർ ലംഘിച്ചു കളഞ്ഞു. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയി. ഫയജ്അലൂന ഹുദൂദൻ ഗൈറ ഹുദൂദി, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾക്ക് പകരം സ്വന്തം നിലയിൽ അവർ ചില അതിർവരമ്പുകൾ ഉണ്ടാക്കി. വദാലിക ഹുവൽ മുഹാദത്തു ലില്ലാഹി വറസൂലി, അതാണ് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അവർ കാണിച്ചിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്നത്. എതിരിട്ടു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ മനുഷ്യർ ലംഘിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇമാം സഅദി പറയാൻ, മുഹാദത്തില്ലാഹി വറസൂലി മുഖാലിഫത്തഹുമ വ മഅസിയത്തഹുമ, അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അവർ എതിര് നിന്നു എന്നതും അള്ളാഹുവിനോടും പ്രവാചകനോടും അനുസരണക്കേട് കാണിച്ചു എന്നതുമാണ്.
ഖുസൂസൻ ഫിൽ ഉമൂരിൽ ഖലീഅ, ഭയാനകമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, വളരെ ഗൗരവമായി കാണേണ്ടുന്ന അത്തരം കൽപ്പനകളെ അവർ മാറ്റിമറിച്ചു കളഞ്ഞു. കമുഹാദത്തില്ലാഹി വ റസൂലിഹി ബിൽ കുഫർ, അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും എതിരിടുക വഴിയായി അവർ സത്യനിഷേധത്തിൻ്റെ ആളുകളായി. വ മുആദത്തി ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങളോട് അവർ ശത്രുതയിലാവുകയും ചെയ്തു. വിശ്വാസികളോട് അവർ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് സദാചാരത്തിൻ്റെ ആളുകളെ കാണുന്നത് ശത്രുക്കളായി കൊണ്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത്തരം ഒരു കുത്തഴിഞ്ഞ സമീപനത്തെ വളരെ കർക്കശ്യമായി തന്നെ അള്ളാഹു അപലപിക്കുകയാണ്. അത്തരം ചില രംഗങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടി സമൂഹം അതിൻ്റെ നേരെ ജാഗ്രത കൈക്കൊള്ളണമെന്നതാണ് പറഞ്ഞു വരുന്നത്. വഷളാക്കപ്പെടുമെന്നുള്ളതിന് പൗരാണികവും ആധുനികവുമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെയും സാക്ഷിയാണ്. ഫിറൗനിൻ്റെയും ഹാമാനിൻ്റെയും നമ്രൂദിൻ്റെയും അതേപോലെ തന്നെ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെയും അബൂജഹലിൻ്റെയും അബൂലഹബിൻ്റെയും ആധുനിക ചരിത്രത്തിലെ ഹിറ്റ്ലർ, മുസോളിനിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണാധികാരികളും അവരൊക്കെയും ഇവിടെ നിന്ന് തിരോധാനം ചെയ്തവരാണ്. അവരുടെ ഒക്കെയും ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഫിറൗനിൻ്റെ സമൂഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ രേഖപ്പെടുത്തിയുള്ള ചില വചനങ്ങൾ ഇങ്ങനെയാണ്. 44-ാമത്തെ അധ്യായം സൂറ ദുഹാനിലെ 25 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു കളഞ്ഞത്. വ സുറൂഇൻ വ മക്കാമിൻ കരീം, അതേപോലെ തന്നെ കൃഷികളും മാന്യമായ പാർപ്പിട സൗകര്യങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന അത്തരം സൗഭാഗ്യങ്ങളൊക്കെയും അവർ വിട്ടേച്ചു പോയി. കദാലിക വ ഔറസ്നാഹ കൗമൻ ആഖരീൻ, ഇതെല്ലാം നാം മറ്റൊരു വിഭാഗത്തിന്, മറ്റൊരു ജനതയ്ക്ക് നമ്മൾ അവകാശപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ശേഷം ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ഈ ആളുകളുടെ തിരോധാന നിമിത്തം ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, അവർക്കൊരിടവും ആകാശവും ഭൂമിയും നൽകിയില്ല എന്നതാണ്. സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുബേരന്മാരായി, അതിക്രൂരന്മാരായി, പ്രതിയോഗികളോട് വളരെ മോശമായി പെരുമാറിയ, വളരെ മോശമായ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും വച്ചു പുലർത്തിയ ആളുകൾ ഇവിടെ നിന്ന് തിരോധാനം ചെയ്യപ്പെടുമ്പോൾ പ്രകൃതി പോലും അവരോടൊരനുഭാവവും കാണിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ പറയുകയാണ്. ഇതേ സ്വഭാവങ്ങൾ 2026 നമ്മൾ വച്ചു പുലർത്തിയാൽ അത്തരമൊരു ശക്തമായ താക്കീത് നമ്മൾ ഈ വചനങ്ങളിലൂടെ ഭയപ്പെടേണ്ടതുണ്ട്. ഒരാൾ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ താല്പര്യം എന്താണ്? ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 192-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാർ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ആരെയാണോ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് അഖ്സൈത, തീർച്ചയായും നീ അവനെ അപമാനിച്ചിരിക്കുന്നു. ഒരിക്കലും അക്രമികളായ ഒരാൾക്ക് ഒരു സഹായിയെയും കണ്ടെത്തുക സാധ്യമല്ല. അപ്പോൾ ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് നരകശിക്ഷയാണ്. അതേപോലെ തന്നെ ദുനിയാവിൽ നമ്മൾ വഷളാക്കപ്പെടുന്ന മറ്റു പല കാര്യങ്ങളുമാണ്. ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട് അതേ അധ്യായത്തിലെ 137-ാമത്തെ വചനം, ഖദ് ഖലത് മിൻ ഖബലിക്കും സുനൻ, അള്ളാഹുവിൻ്റെ പല ദൈവികമായ നടപടികളും മുൻകാല സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർളി ഫൻളുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭൂമിയിലൂടെ നിങ്ങൾ വ്യാപരിക്കുക, നിങ്ങൾ സഞ്ചരിക്കുക, എന്നിട്ട് നിഷേധികളായ ആളുകൾ അനുഭവിച്ച അവരുടെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ളൊരു വിളംബരമാണ്, കൃത്യമായൊരു വഹുദൻ വ മൗഇദത്തൻ ലിൽ മുത്തഖീൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനവും സാരോപദേശവുമാണ്. ഈ സംഗതികളെ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ തിരുത്തണമെന്നാണ് പറയുന്നത്. സോദോം ദേശത്തെ നമ്മൾ കൃത്യമായി ഓർക്കുന്നവരും അറിയുന്നവരുമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ സമൂഹം വളരെ ജീർണിച്ചൊരു സംസ്കാരം അവർ കൈയാളിയപ്പോൾ
ആ നാടിനെ അള്ളാഹു കീഴ്മേൽ മറിച്ചു കളഞ്ഞതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അധാർമകാരികളായ ജനങ്ങൾക്കുള്ള എക്കാലത്തെയും ശക്തമായ ഓർമ്മപ്പെടുത്തലുകളായി ഖുർആൻ അത് ആവർത്തിച്ച് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 124-ാമത്തെ വചനം, വമൻ അഅറള അൻ ദിക്രി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയെ തൊട്ട് ആരാണോ അശ്രദ്ധനായി പോകുന്നത്, അവഗണിച്ചു കളയുന്നവർ, വമഈശത്തുൽ ലൻഗ, തീർച്ചയായും ഫഇന്ന ലഹു മഈശത്തുൽ ലൻഗ, ഇടുങ്ങിയൊരു ജീവിതമാണ് അവർക്ക് ഈ ദുനിയാവിലുണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, പുനരുദ്ധാന നാളിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരായി അന്ധരായി കൊണ്ടായിരിക്കും അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട, കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന, ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തലുകളായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ എവിടെ വരുമ്പോഴും, അത് ഏത് മേഖലയിലായിരുന്നാലും ശക്തമായി തിരുത്താനും അതിനെതിരിൽ സംസാരിക്കാനും അത്തരം ജീർണതകൾക്കെതിരെ പടപൊരുതാനും വിശ്വാസികൾ ബാധ്യസ്ഥരായിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. ഖുർആനിലെ 7-ാമത്തെ അധ്യായം ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. 97-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, അഫ അമിനല്ലദീന അഫ അമിനൽ അഹ്ലൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാത്തൻ വഹും നാഇമൂൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഗ്രാമവാസികൾ വിചാരിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരായിരിക്കുകയാണ്. ഖുർആൻ ചോദിക്കുകയാണ്. എത്രയോ സമൂഹങ്ങളുടെ ഉദ്ധാന പതനങ്ങൾ കണ്ട ലോകമാണിത്. ഈ ഭൂലോകം അത്തരം ഒരുപാട് സമൂഹങ്ങളുടെ പതനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, അവ അമിന അഹ്ലുൽ ഖുറ, ഗ്രാമവാസികൾ നിർഭയരായിരിക്കുകയാണോ? പകൽ വേളയിൽ അവർ ആർത്തുല്ലസിച്ച് കളിച്ച് രസിച്ച് നടക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? ഒരു വിശ്വാസിയുടെ ഉറക്കം കെടുത്തേണ്ടുന്ന വചനങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. തൊട്ട് താഴെ പറയുന്നത്, ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളല്ലാത്തൊരു സമൂഹവും അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരായിരിക്കുകയില്ല. അത്തരം ആളുകൾ മാത്രമാണ്, നഷ്ടം പറ്റിയ ആളുകളാണ് നിർഭയരായിരിക്കുക. അതല്ലാത്തവരെല്ലാവരും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും. ധാർമ്മികമായ സമൂഹത്തിൻ്റെ അധപ്പതനത്തിന് നമ്മൾ എത്രമേൽ സാക്ഷിയായിരിക്കുന്നു എന്നുള്ളതിന് എത്രയോ തെളിവുകൾ നമ്മുടെ എല്ലാം പരിസരങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവാകുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിൽ അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പരമപ്രധാനമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് സദാസമയവും ബോധവാനായിരിക്കുക എന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകവുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് താനെന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം എത്രമേൽ പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നാം മറ്റു പല മേഖലകളിലും വളരെ കുത്തനെ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചില ടെലിഫിലിമുകൾ നമ്മൾ കാണാറുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടത്. അവിടെ ഇരയെ തേടി നടക്കുന്ന വലിയ ക്രൂരനായ ജന്തു ഇരയെ പിടിക്കുമ്പോൾ അതേപോലെ തന്നെയുള്ള സഹജീവികളായ ആളുകൾ നിർവിശേഷരായി അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി ഒന്നിച്ച് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെ സമൂഹത്തിൽ ഈ കൊള്ളരുതായ്മകളൊക്കെ വളരുമ്പോൾ സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ, ബഹുഭൂരിഭാഗം ആളുകളും തങ്ങൾക്കിതിലൊന്നും ചെയ്യേണ്ടതില്ലാത്തതാണ്. നമ്മൾ മതത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ എന്ന രീതിയിൽ കൊള്ളരുതായ്മകളോട് ഒരു പ്രതികരണവുമില്ലാത്തവരായി വിശ്വാസികൾ പോലും മാറിപ്പോകുന്നുണ്ട്.
അതൊരു സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം വിശദീകരിക്കുന്ന ഒരു സംഘയാത്രയോടാണ്. ഒരു കപ്പലിൽ ഒരു വിഭാഗം ആളുകൾ പോവുകയാണ്. ആ കപ്പലിലെ ശുദ്ധജലമുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിലാണ്. അപ്പോൾ താഴെ ഭാഗത്തുള്ള ആളുകൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും വെള്ളം കുടിക്കാൻ ആവശ്യമാകുമ്പോൾ മുകളിൽ പോകേണ്ടി വരും. അവർ വിചാരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ചെറിയ ദ്വാരമിട്ടാൽ ആവശ്യത്തിന് വെള്ളം കിട്ടുമല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തരം ഉദ്യമത്തിന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തുനിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്നും ചെയ്യാതെ അവരെല്ലാവരും നിസ്സംഗരായി മാറി നിന്നാൽ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും നാശമായിരിക്കും ഉണ്ടാവുക. എന്നതുപോലെയാണ് ഒരു സമൂഹത്തിൽ തിന്മകൾ പടർന്നു പിടിക്കുമ്പോൾ, അധാർമികതകൾ രംഗത്ത് വരുമ്പോൾ, അധാർമികത രംഗം കൈയടക്കുമ്പോൾ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. സ്വന്തം ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് നന്മ തിന്മകളെ വേർതിരിക്കാൻ കഴിയണം. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പാർട്ടിയാകുമ്പോൾ, നമ്മുടെ കക്ഷിയാകുമ്പോൾ, നമ്മുടെ കുടുംബമാകുമ്പോൾ അതിനോടൊക്കെ നമുക്കൊരു മൃദു സമീപനമായിരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യമാകുമ്പോഴോ അവിടെ ജാഗ്രതയോടുകൂടി സംസാരിക്കാൻ, വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നവർ നമ്മളാകും. അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഇബ്നു മാജയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അഖീമു ഹുദൂദല്ലാഹി ഫിൽ ഖരീബി വൽ ബഈദ്. നിനക്ക് പ്രിയപ്പെട്ടവന്റെ കാര്യത്തിലും നിന്നോട് അകന്നവന്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ നീ കൃത്യമായി പാലിക്കുക. വലാ തഅഖുദുക്കും ഫില്ലാഹി ലൗമത്തു ലായിമിൻ. ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ പടച്ചവന്റെ കാര്യത്തിൽ നിന്നെ പിടികൂടാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുന്നിടത്ത്, അത് പറയുന്നിടത്ത് ആരുടെയെങ്കിലും അനിഷ്ടമോ വെറുപ്പോ കേൾക്കേണ്ടി വരുമെന്നുള്ള അത്തരമൊരു മാനസികാവസ്ഥ നിന്നെ പിടികൂടാതിരിക്കട്ടെ എന്നാണ് പ്രവാചകൻ ആ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, സമൂഹത്തിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ തെറ്റുകൾ അത് നമുക്ക് ശരിയായി ഉപയോഗിക്കുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ ശരികൾ പലപ്പോഴും നമുക്ക് തെറ്റായിട്ടാണ് അനുഭവപ്പെടുക. അത്തരമൊരു സമീപനം പോലും വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. മഖ്സൂം ഗോത്രത്തിലെ ഉന്നത കുലജാതയായ അല്ലെങ്കിൽ സമ്പന്നയായൊരു സ്ത്രീ ഒരു മോഷണകൃത്യത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഇസ്ലാമിലേക്ക് അടുത്ത കാലത്തായി കടന്നു വന്ന അവരുടെ കരം പ്രവാചകൻ ഛേദിച്ചു കളഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മൊത്തം അപമാനമായിരിക്കുമെന്ന് സ്വഹാബിമാർ മനസ്സിലാക്കണം. അവിടെയാണ് പ്രവാചകൻ തിരുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസയുടെ പുത്രനായ ഉസാമത്ത് ബിൻ സയ്യിദിനെ പ്രവാചകന്റെ അരികിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടി വിടണം. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടൊരു കേസാണ് എങ്കിൽ തെറ്റാണ് എന്ന് അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി നമ്മൾ വാദിക്കും. പറ്റിയ ആളെ കൊണ്ട് നമ്മൾ ശുപാർശ നടത്തിക്കും. അതിനൊക്കെയുള്ള പാഠമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് ഈ കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളിൽ പടച്ചവന്റെ നിയമത്തിൽ ഒരു ശുപാർശയുമായിട്ടാണോ നീ വന്നിട്ടുള്ളത്? അത് പറയുമ്പോൾ പ്രവാചകന്റെ മുഖം ചുവന്ന് തുടിച്ചിരുന്നു എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഭയന്നുപോയി. പ്രവാചകൻ ഇത്രമേൽ കോപിഷ്ടപരമായിട്ടുള്ള ഒരു കാര്യത്തിനാണോ ഞാൻ പ്രവാചകന്റെ അരികിലേക്ക് വന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചെറിയ പ്രസംഗം നടത്തുകയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്നമാ അഹ്ലക്കല്ലദീന മിൻ ഖബ്ലിക്കും അന്നഹും കാനൂ ഇദാ സറക ഫീഹിം ശരീഫ തറക്കഹു. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചുപോയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അവരിൽ ഏതെങ്കിലും പ്രശസ്തരായ ആളുകൾ വല തെറ്റുകുറ്റങ്ങളും ചെയ്താൽ, വല മോഷണത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യം അവർ ഉപേക്ഷിക്കും. അത് കൊള്ളാവുന്ന വീട്ടിലെ ആളാണല്ലോ, തറവാടിയാണല്ലോ, അതൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ എന്നിടത്താണ് അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഫൈദാ സറക ഫീഹിം ലഈഫ്. എന്നാൽ അവരിലൊരു ദുർബലനാണ് അതേ കൃത്യം ചെയ്തത് എങ്കിൽ അഖാമു അലൈഹിൽ ഹദ്ദ്. എന്നാൽ ആ ദുർബലന്റെ പേരിൽ അവർ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. ഒരേ വിഷയത്തിൽ രണ്ടു തരം സമീപനങ്ങളെ പ്രവാചകൻ എടുത്തു പറയാം. റസൂൽ അവിടെ നിർത്തുന്നില്ല. വഅയ്മുല്ലാ,
അള്ളാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് സരിഖത്ത് ലഖതഅതു യദഹ, എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയാണ് അത്തരമൊരു കൃത്യത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഞാൻ അവളുടെ കരം ഛേദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ആ വിഷയം അവസാനിപ്പിക്കുന്നത്. എത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂൽ ഇത്തരം കാര്യങ്ങളെ, അധാർമിക പ്രവർത്തനങ്ങളോടുള്ള പ്രവാചകന്റെ നിലപാട്, ഇസ്ലാമിൻ്റെ ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പ്രവാചകൻ കൃത്യമായി മനസ്സിലാക്കി തരുന്നത്. അതേ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന്മാരാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ കീഴിൽ മക്കൾ വളരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ബാധികളായിട്ട് നമ്മുടെ ഭാര്യമാരുണ്ട്, അങ്ങനെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവരിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള അധാർമിക സമീപനങ്ങൾ കാണുമ്പോൾ അതിനൊക്കെയും കർക്കശ്യമായൊരു സമീപനത്തോടുകൂടി നേരിടാനുള്ള ത്രാണി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാം അങ്ങനെ നമ്മളെ പരിവർത്തിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്, നമ്മൾ എന്താകണമെന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം ഉറച്ചതും ശക്തവുമായിരിക്കേണ്ടതുണ്ട്. ധാർമ്മികത തളർന്നു പോകുന്ന സമയങ്ങളിൽ, അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ കേവലം കാഴ്ചക്കാരായി മാറി നിൽക്കാതെ കൃത്യമായ പ്രതികരണമുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു.